ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മിനി പന്തളത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ബഡാ ബസാറിൽ പോവുകയാണ് കേട്ടോ. കൊട്ടാരക്കര നമ്മളവിടെ പോകുകയാണ്. അപ്പം നമ്മളെ ബസ്സിനാണ് കയറിയത് കേട്ടോ. കൊട്ടാരക്കര വന്നിട്ട് അവിടെ നമ്മൾ ബഡാ ബസാറിലേക്കാണ് പോകുന്നത്. അപ്പം ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ പോകാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴികൾ നമ്മൾ കാണിച്ച് തരാം കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇതേ ഓട്ടോയിലാണ് പോകുന്നത് ബഡാ ബസാറിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങിക്കാനായിട്ട് പോകുന്നത് അടുത്ത കൊട്ടാരക്കര ചന്തയുടെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി മേളിലോട്ട്. അത് തന്നെ അടുത്ത വശത്ത് അമ്മയ്ക്ക് ആ ചുറ്റി മേലോട്ട്. അപ്പോൾ അതേ നമ്മൾ പോവാണ്. നിങ്ങൾ റൂട്ട് അറിഞ്ഞല്ലോ. റൂട്ട് അറിയാത്തവർ ഒന്നുകൂടെ ഒന്ന് ഇതാക്കിയിട്ട് കേൾക്കുക, കാരണം എനിക്ക് തിരിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തിനുള്ളിൽ എത്തും. നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ, വെറുതെ എല്ലാവരെയും ബോറടിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വഴിയേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചില തെറ്റുകളൊക്കെ വരും, ക്ഷമിക്കുക. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എഡിറ്റ് ചെയ്യാൻ പഠിക്കണമല്ലോ, അല്ലേ പിന്നെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് പഠിക്കാൻ വിചാരിച്ചു. അപ്പം നമ്മൾ തുടക്കം കുറിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കൂടെയാണ് കേട്ടോ. തവണ അമ്മ സഹായിക്കുന്നൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ തെറ്റ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ക്ഷമിക്കണമെന്ന്. ഇതേ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബഡാ ബസാറിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കാണിക്കുന്നത്. തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറുന്നതിൻ്റെ അവിടെയാണ് കാണിക്കുന്നത്. കണ്ടോ, അവിടെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ക്യൂട്ടായിട്ട് നല്ല സാധനങ്ങളൊക്കെ തോന്നി, കുറച്ചായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് വരുന്ന വഴിക്ക് കുറേ ബാഗുകളുണ്ട്. നമ്മൾ ബാഗൊന്നും വാങ്ങിക്കുന്നില്ല, ബുക്കും പിന്നെ ഞാൻ പറഞ്ഞു കാണുമല്ലോ, ബുക്കും പിന്നെ മറ്റേ ഈ എന്താ പേര്, പേനയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാലും എനിക്കൊരു കളക്ഷനിന് വേണ്ടി വാങ്ങിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ കുട, ലഞ്ച് ബോക്സ്, കുപ്പി, അങ്ങനെ. ഞാൻ ആദ്യം വിചാരിച്ചു ബാർബി എടുക്കാമെന്ന്, കാരണം ഞാൻ അങ്ങനെ ബാർബി അങ്ങനെ എടുത്തിട്ടില്ല. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് എടുത്തേക്കാൻ വിചാരിച്ചിട്ട് അമ്മേനെ കൊണ്ട് കൊടുത്തു. അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്നൊരു കുട്ടിയല്ല. അല്ല, അമ്മ പറഞ്ഞു വേണ്ട, നീ അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്, പൊട്ടിക്കാത്തവണ എടുക്കാൻ പറഞ്ഞു. അതെ, അതാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളത് വിശദമായിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഇതൊക്കെയുള്ള ലഞ്ച് ബോക്സൊക്കെയാണ്. പിന്നെ അടുത്തേക്കുന്നത് ബോക്സാണ്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ റൈറ്റിംഗ് ബോർഡൊക്കെ ഉണ്ട്. കണ്ടോ, അവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ കുറേ പേരുണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് തലയൊക്കെ കറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ അപ്പം ഞാൻ ഓർഡർ ചെയ്തത് മറ്റേ എന്താ പറയുക ഡോണറ്റും ചോക്ലേറ്റ് ഡോണറ്റ് ആൻഡ് പൈനാപ്പിൾ ജ്യൂസാണ്. അമ്മ ഓർഡർ ചെയ്തത് ബോണ്ടയും പൈനാപ്പിൾ ജ്യൂസുമാണ് കേട്ടോ. കാരണം അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വലിയ തിരക്കൊന്നുമില്ല. അവിടെ പെട്ടെന്ന് കണ്ടൊരു കടയ്ക്കകത്ത് കയറിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല, വീട്ടിൽ വന്നിട്ട് പിന്നെ കഞ്ഞിയും പയറൊക്കെ കൂട്ടി കഴിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചാണ്, കാരണം കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ വീട്ടിൽ പോയേക്കുമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കണം നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ മഴ കാരണം മഴയായിട്ടൊന്നും സമ്മതിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഡോണറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഡയറി മിൽക്ക് ആയതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സ്പൂണൊക്കെ തന്നതുകൊണ്ട് സ്പൂൺ വെച്ച് കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ എന്തോത്തിട്ട് സ്പൂൺ വെച്ച് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. ഫോർക്കായി നമുക്ക് എടുക്കുമായിരുന്നല്ലേ, ഫോർക്കെന്ന് വെച്ചാൽ അത് തന്നെ. പൈനാപ്പിൾ ജ്യൂസ് വെച്ച് താമസിച്ചാണ് വന്നിട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഡയറി മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് എൻ്റെ പുറത്തൂടെ ഒരു സിക്സാക്ക് പോലെയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ വീഡിയോ എടുക്കാത്തപ്പോൾ ഞാൻ മൊത്തം കഴിച്ചു. ഓക്കെ, പിന്നെ നമ്മളെ പൈനാപ്പിൾ ജ്യൂസ് വന്നിട്ടുണ്ട്. തണുപ്പില്ലായിരുന്നു, ഐസ് കട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് അത്ര ഇതായില്ല, സുഖിച്ചില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കാരണം എനിക്ക് പനി ആയതുകൊണ്ട് പനി കുറഞ്ഞു വരുവുള്ളായിരുന്നു. അപ്പോൾ തണുപ്പ് കുടിച്ചിട്ട് ഇനി ആക്കണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പൈനാപ്പിളായിരുന്നു.
ഞാൻ പിന്നെ എല്ലാത്തിനകത്ത് എന്ത് കൊള്ളത്തില്ലേം കൊണ്ടാലും ഞാൻ സൂപ്പറെന്നേ പറയും. പിന്നെ എൻ്റെ മോന്ത കണ്ടാലേ അറിയാം. പക്ഷെ കുഴപ്പമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടം, അങ്ങനെ ഞാൻ കുടിക്കാറില്ല, ചുമ്മാ ഞാൻ തിന്നാറേ ഉള്ളൂ. ഞാൻ സ്ട്രോയൊക്കെ എടുത്ത് പൊക്കിയൊക്കെ നോക്കുന്നുണ്ട്. ഐസ് കട്ട അതിനകത്ത് കിട്ടുന്നില്ല അല്ലേ അമ്മേ? അമ്മ അത് ചടപടയെന്ന് പറഞ്ഞ് കുടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് 2 വീഡിയോസായിട്ട് എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ച മെനക്കേടല്ലേ, 2 എണ്ണമായിട്ട് ഇനി എഡിറ്റ് ചെയ്യണം, ഇത് പ്രശ്നങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഇതെടുക്കാം അല്ലാന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, കണ്ടിന്യൂസ് ആക്കാൻ വിചാരിച്ചു. ഇപ്പോൾ 5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സമയം എടുത്ത് കാണാൻ ആഗ്രഹമുള്ളവർ സമയം എടുത്ത് കണ്ടോളൂ, അല്ലെങ്കിൽ ഓടിച്ച് വിട്ട് കണ്ടോളൂ. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം ഭയങ്കര ലോങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പിന്നെ കഴിക്കുന്ന സമയത്ത് കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കേട്ടോ, നമ്മൾ 2 കാറാണ് വാങ്ങിച്ചേക്കുന്നത് കണ്ടോ, സാധനം അതിനകത്തുണ്ട്. പിന്നെ അപ്പം ഒന്നുകൂടെ നമ്മൾ പറയണം കേട്ടോ, ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഞാൻ വിചാരിച്ചു ഒത്തിരി ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ലഞ്ച് ബോക്സ്. നാളെ സ്കൂളൊക്കെ തുറക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നങ്ങ് എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇന്നലെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കറണ്ടില്ലായിരുന്നു, വെള്ളിയാഴ്ചയാണ് വന്നത്, അങ്ങനത്തെ കുറേ തിരക്കായിപ്പോയി. അതുകൊണ്ടാട്ടോ. സ്പൂണുണ്ട്, പോർക്കുണ്ട്, അതെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചോറ് ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ സംസാരിച്ചതാകുന്നു, ബോറടിപ്പിക്കാൻ വിചാരിക്കല്ലേ. അപ്പോൾ അതെ നമ്മളെ മറ്റേ ബോർഡ്സില്ലേ, ഞാൻ നന്നായിട്ട് കാണിക്കാൻ വിചാരിച്ചു, കാരണം ഉണ്ട്. അപ്പോൾ അതെ അതാണ് കേട്ടോ, സ്പേസൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ എടുത്ത് വയ്ക്കുന്ന വീഡിയോ പറ്റുവാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം നമ്മളെ വീഡിയോസ് വളരെ കുറവാണ്, ന്യൂ ആയിട്ടൊന്നും കിടപ്പില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു ബുക്കും ഉണ്ട്, ഒരു ബുക്ക് ഇത്. ഓക്കെ, ഇതാണ് കേട്ടോ. എനിക്കിതിൻ്റെ ചെറുതുണ്ടായിരുന്നു, ഒരു ബ്ലൂ കളറും കൂടെ ഉള്ളത്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനത്തെ കളേഴ്സുള്ള. പിന്നെ 5 രൂപയാണ് ഒരെണ്ണത്തിന്. ഞാൻ പിന്നെ 25 രൂപയ്ക്ക് അത് വാങ്ങിച്ചു. പിന്നെ അത് അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്ന സാധനം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പാണ്, അതെനിക്കിപ്പോൾ കളക്ഷൻസ് ഉണ്ട് കുറച്ച്. പിന്നെ പെൻസില്, റബ്ബറും കട്ടും കൂടെ ഉള്ള ഞാൻ വിചാരിച്ചു, പിന്നെ അത് എക്സ്ട്രാ വാങ്ങിക്കാനുണ്ടല്ലോ, ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ വിചാരിച്ചു. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ബോക്സ് എനിക്ക് ക്യാമലിൻ്റെ ഉണ്ട്, വേറെ ഒന്നും ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എഴുതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അതിനകത്ത് സ്കെയിലുണ്ട്, മത്തകോണുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. വീഡിയോയ്ക്കകത്ത് ബ്ലൂ കളറായിരിക്കും പെൻസിലും കട്ടറും, പക്ഷേ സത്യത്തിൽ ലാവൻഡർ കളറാണ് കേട്ടോ. പിന്നെന്താ പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് പിന്നെ കുടയുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞു 3 മടക്കിൻ്റെ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ പാടാണെന്ന്. അപ്പം ആ ഒരു കളർ തീം അടുത്ത വർഷം പിന്നെ പുതിയ കുടയല്ലേ വാങ്ങിക്കും. എനിക്ക് കുടയുടെ കളക്ഷൻസ് ഒട്ടുമില്ല. ഒരു പഴഞ്ചൻ കുടയല്ലാതെ എനിക്ക് പുതിയ കുട ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കുടയും കൂടെ ഉണ്ട്, അതിൻ്റെ അറ്റം പൊട്ടിപ്പോയി, അതുകൊണ്ടാണ്. നല്ല ക്യൂട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കാറിനിറങ്ങും, അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് സ്കൂളിൽ പോകും, പിന്നെ ബാത്റൂമിൽ പോകാനോ ചുമ്മാ കറങ്ങി നടക്കാനോ ഒക്കെ ഉള്ളൂ ഞാൻ ഇവിടെ കുട യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ വൈറ്റ്നർ അത് ഞാൻ ചുമ്മാ എടുത്തതാണ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി. അമ്മ പറഞ്ഞു സ്കൂളിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന്, അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. ഞാൻ കുറേ വഴിക്കോരി എടുത്തു, അമ്മ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ചെരുപ്പിലൊട്ടിക്കുന്ന സാധനമായിരിക്കും, നമുക്ക് ചെരുപ്പിലൊട്ടിക്കാം. ഇത് ക്രോപ്പ് ചെരുപ്പ് പോലത്തെ ചെരുപ്പുണ്ടല്ലോ, അതിനകത്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇടുക്കി പോകുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചാണ് ചിറ്റേനെ കൊണ്ട് ഇതാക്കാമെന്ന്, പക്ഷെ അത് പറ്റിയില്ല. ശരിക്കും ഇത് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. എൻ്റെ ഇടയ്ക്ക് സംഭവം ഉണ്ടായി, അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വന്നു. സംഭവം അതാണ്. ഒരുപാട് ബോറടിപ്പിക്കുകയെന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ബോറടിപ്പിക്കുകയെന്ന് വിചാരിക്കരുത്. പാട്ട് കയറ്റിയിട്ടത് പ്രശ്നമാകും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ, ഒന്നും തോന്നല്ലേ. ഓക്കെ, നമ്മൾ പിന്നെ സ്ലാപ്പിന്നർ കാരണം സ്റ്റിക്കർ നമ്മൾ സ്റ്റാപ്ലെയർ എനിക്കത് വായിക്കൊള്ളത്തില്ല. പിന്നെ അതൊരു കുപ്പിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, അതിനകത്ത് 2 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ. നഷ്ടമായിപ്പോയി. നഷ്ടം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ കുപ്പി പൊട്ടിയിരിക്കുമായിരുന്നു. കുഞ്ഞു കുപ്പി പൊട്ടിയിരിക്കുമായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ അന്നേരം തിരക്കൊണ്ട് പെട്ടെന്ന് പോകുന്നു. അല്ല നമ്മളത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, പക്ഷേ പൊട്ടലൊന്നും അന്നേരം ഒന്നും കണ്ടില്ല. നമ്മൾ തുറന്ന് നോക്കുമ്പോഴും അന്നേരം പൊട്ടലൊന്നും ഇല്ലായിരുന്നു.
ഇതിൻ്റെ. പക്ഷെ ഞാൻ അന്നേരം നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പൊട്ടലൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പം അന്നേരം ഞാൻ ശ്രദ്ധിച്ചില്ല, കടയിൽ വെച്ച് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന തട്ടിയും മുട്ടിയും ആയിരിക്കും പൊട്ടിയത്. അത് കുഴപ്പമില്ല. ഞാൻ നടുക്കത്തെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റേത് 2 കൂടെ സൈഡിൽ കൂടെ ഇച്ചിരി വെള്ളം വരുന്നുണ്ടായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഈ സ്കൂൾ ഷോപ്പിങ്ങായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് ഈ കാണുന്നത്. പക്ഷേ ഏറ്റവും ഉപകാരം എന്താണെന്ന് വെച്ചാലും അതാണ്. കാരണം ചിലവരൊക്കെ എൻ്റെ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സംസാരിച്ച ആളും പിന്നെ വേറൊരാളും കൂടെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് അതെനിക്ക് സൂക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. നഷ്ടമൊന്നും അല്ല അല്ലേ? പക്ഷെ അവർ പൂട്ടി വയ്ക്കാം. പക്ഷെ കളഞ്ഞു പോയാലാണ് പ്രശ്നം. തല്ലി പൊട്ടിച്ചാൽ പോലും അത് എടുക്കാൻ പറ്റത്തില്ല. ഈ വീടിൻ്റെ താക്കോലെന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ അതിനകത്തത് കുലുക്കിയൊക്കെ ഇതാക്കിയിട്ട് തന്നെ. അതുകൊണ്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടത് എടുത്തതേ. ഞാൻ താക്കോലൊക്കെ വെച്ച് തുറന്നു. അപ്പോൾ അത് തുറക്കുമ്പോൾ സ്പേസ് ഉണ്ടല്ലേ, സ്പേസൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ കറണ്ട് ഇല്ലാത്തപ്പം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സാധനം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ ലാമ്പാണ്. നമുക്ക് യൂസ്ഫുള്ളിങ് ആയിട്ടുള്ള സാധനമാണ് അല്ലേ? അമ്മ പറയൂ അതിനെക്കുറിച്ച്. പറ. ചെറുതായിട്ടോ? അപ്പം അത് ഉണ്ട്, ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വട്ടമുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. അതിനകത്ത് ലൈറ്റ് കത്തും. അതായത് ചെറിയ വട്ടമാണ്. പക്ഷെ എല്ലാത്തിനും നമ്മൾ ഒന്നുകൂടെ സ്വിച്ച് അമർത്തിയിട്ട് ഒന്നുകൂടെ സ്വിച്ച് അമർത്തുമ്പം അതിന് ഇച്ചിരി ലൈറ്റ് കൂടും. പിന്നെ ഒന്നുകൂടെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് ഓഫാവും. അതാണ് സംഭവം. ഇത് കാണിക്കുന്നതിൻ്റെ കൂടെ അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മെയിൻ സാധനങ്ങളൊന്നും ആണ്. പക്ഷേ നമ്മൾ വാങ്ങിച്ച സ്കൂൾ ഷോപ്പിംഗ് അല്ല. പക്ഷേ അതായത് ഈ സാധനം. പക്ഷെ ഏറ്റവും ഉപകാരമുള്ളത് എന്താണ്? അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ സാധനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ കൂടെ ഫിഷിനെ വെക്കാൻ വന്നു. എൻ്റെ അമ്മേ എന്തൊരുപാടായിരുന്നു അന്നത്തെ ദിവസം മൊത്തം. എൻ്റെ പണി അതായിരുന്നു. എങ്ങനെ വയ്ക്കും വിചാരിച്ചിട്ടും എനിക്ക് തലവേദനയായിരുന്നു. അതെങ്ങനെ വയ്ക്കും എന്നുള്ള കൺഫ്യൂഷൻ കാരണം ഞാൻ പിന്നെ ലാസ്റ്റ് അത് എങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി എയ്റോപ്ലെയിനൊക്കെ നിൽക്കുന്ന പോലത്തെ ടൈപ്പായിരുന്നു. എയ്റോപ്ലെയിൻ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എയ്റോപ്ലെയിൻ പോലെ ആയിപ്പോയി. പക്ഷിയാണോ എയ്റോപ്ലെയിൻ ആണോ എന്താണോന്ന് അറിയില്ല. ഞാൻ ലാസ്റ്റ് ഇത് എടുത്തിട്ട് അച്ഛൻ്റെ മേശയുടെ അടിക്കകത്ത് കയറ്റി വെച്ചു. സംഭവം ആർക്കെങ്കിലും അതിൻ്റെ ഒരു ആമയുടെ ഉണ്ട് കേട്ടോ. വാങ്ങിക്കുവാണെങ്കിൽ അത് കിട്ടുകയാണെങ്കിൽ സിമ്പിളാണോ അത് വയ്ക്കാൻ? കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസ് അതിപ്പോഴല്ല, അത് നമ്മൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കാരണമുണ്ട്, ഞാൻ പിന്നെ പറയാം. ഓക്കെ. ഇതാണ് കേട്ടോ നമ്മൾ ബുക്കുകളാണ്. ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ എനിക്കതൊക്കെ മതി. വലിയ ചേച്ചിമാർക്കൊക്കെ ഇച്ചിരി കൂടെ കട്ടി വേണമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. എൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നു. അച്ഛൻ എങ്ങോട്ട് പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൈസ ആരും എടുക്കാതിരിക്കാനാണ്. അപ്പോൾ പറഞ്ഞു കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെയാണ്. നമ്മൾ 25 ബുക്കാണ് വാങ്ങിച്ചത്. 10 ബുക്കല്ലേ നമ്മൾ വാങ്ങിച്ചത്? 12 ബുക്ക് വാങ്ങിച്ചപ്പോൾ 12. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.